ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസുഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നെടുമങ്ങാട് ചന്ത ഒന്ന് കാണിക്കാനാണ്. നെടുമങ്ങാട് മാർക്കറ്റ്. നമ്മുടെ മീനുകുട്ടി ഇതുവരെയും ചന്തയിൽ പോയിട്ടില്ല, ചന്ത കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിന് ഏറ്റവും അടുത്ത് ഇപ്പോൾ ഉള്ള ചന്ത എന്ന് പറയുന്നത് നെടുമങ്ങാട് ചന്തയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് അടുത്തുള്ള ചന്ത എന്ന് അങ്ങനെ പറയരുത്, ചുള്ളുമാനൂർ ഒരു ചന്ത. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുമല്ല, ഇത് വിപുലീകരിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ചന്തയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ചന്തകളിലെ ഒരു ചന്തയൂടെയാണ് നെടുമങ്ങാട് ചന്ത എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറയുമ്പോൾ മറ്റ് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചില ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ചൊവ്വയും വെള്ളിയൊക്കെ ആണെങ്കിൽ രാവിലെ ഉള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെളുപ്പിനുള്ള കച്ചവടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത്. ചെറുകിട കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രമാണ് കേട്ടോ ഇത്. വലുതും ചെറുതുമായ എല്ലാത്തരം സാധനങ്ങളും കിട്ടുന്ന ഒരു ഇടമാണ് കേട്ടോ ഇവിടെ. പക്ഷെ ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് നല്ല മഴയൊക്കെ പെയ്തത് കാരണം സൈഡിൽ നിന്നുള്ള ആളുകളൊക്കെ അവരുടെ ടാർപ്പയൊക്കെ കണ്ടോട്ട് മൂടി കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഏത് സമയത്ത് പോയാലും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. തുണികളായിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, ഫാൻസി ഐറ്റം ആയിക്കോട്ടെ, മലക്കറിയോ, എന്ത് ചിക്കനും മട്ടനും ബീഫും എന്തും എല്ലാം കിട്ടും. പിന്നെ നമ്മുടെ മൺപാത്രങ്ങളോ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയൊക്കെ ആയത് കാരണം കച്ചവടങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ ഏകദേശം എല്ലാവരും ഒന്ന് സൈഡ് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോയത്, അതുകൊണ്ടാണ് ഒരു ഒതുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ചന്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ് നെടുമങ്ങാട് ചന്ത എന്ന് പറയുന്നത്. നെടുമങ്ങാട്ടെ വ്യാപാര ചന്തകളിൽ എന്ന് പറഞ്ഞാൽ ഈ ചന്തയിൽ നമ്മുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അങ്ങനെ പറയത്തില്ല, എന്നാലും പറയുന്നത് താഴ്ന്ന പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഈ ചന്തയ്ക്കകത്ത് പ്രവേശനം അനുവദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള വിൽപ്പന അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുക ഇങ്ങനെയുള്ളതൊന്നും ഈ ചന്തയ്ക്കകത്ത് പ്രവേശനം അനുവദിച്ചിട്ടില്ലായിരുന്നു. അവർ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം പുറത്ത് വെച്ച് വെക്കുക. എന്നാൽ നമ്മൾ വന്ന് നടന്ന് കയറി വന്ന സ്ഥലമില്ലേ, ആ ഏരിയയിലൊക്കെ വെച്ച് വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതും കുറഞ്ഞ വിലയ്ക്ക് ഇവർക്ക് ഈ അകത്തുള്ള സാധനങ്ങളെക്കാളും വളരെ കുറഞ്ഞ വിലയെ അവർക്ക് കിട്ടുകയുള്ളൂ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ഈ സാമൂഹിക അനീതിയെ ചോദ്യം ചെയ്തായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. ഇതൊരു വലിയ കലാപത്തിൽ തന്നെ കലാശിക്കുകയും നെടുമങ്ങാട് മാർക്കറ്റിലും സമീപത്തെ കച്ചവട ചന്തകളിൽ താഴ്ന്ന ജാതിക്കാരുടെ സാധനങ്ങൾ കയറി വിൽക്കാനുള്ള അവകാശത്തെ ചെറുക്കുകയും ചെയ്തു അല്ലേ. അങ്ങനെ ആ സംഭവം അത് ഉണ്ടായതിനെ അതിപ്പോൾ അറിയപ്പെടുന്നതെന്ന് പറയുമ്പോൾ നെടുമങ്ങാട് ചന്ത കലാപം എന്നാണ്. അതെ, ഇതിന് അങ്ങനെ ഒരു കലാപം നമ്മളെ നെടുമങ്ങാട് ചന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറും ഇതായിട്ട് നമുക്ക് കളയേണ്ട ഒന്നല്ല. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഈ ചന്തയ്ക്ക് അങ്ങനെ ഒരു എന്താണുള്ളത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് കൂടി ഒന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. അതെ, നെടുമങ്ങാട് ഏരിയയിലുള്ള ഒരുപാട് പേര് ഇവിടെ നമുക്ക് സാധനം വാങ്ങിയപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് അറിയണം എന്ന് വിചാരിച്ച് പോയപ്പോഴത്തേക്ക് കിട്ടിയതാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അതെ, അതിനുശേഷമാണ് ഇവിടെ എല്ലാവർക്കും കയറി കച്ചവടം നടത്താനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് കേട്ടോ. അതെ, എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലുള്ള നമ്മുടെ ജാതി വ്യവസ്ഥ ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. പണ്ട് കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നിന്ന ഒരു ചന്തയാണ് നെടുമങ്ങാട് ചന്ത. അതെ, ഇപ്പൊ ഒരുപാട് രീതിയിൽ നല്ല വിപുലീകരണമൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ഇരുന്ന് വിൽക്കുന്നതിന് നേരത്തെ പുറത്തായിരുന്നു, അവർക്ക് കെട്ടിടമൊക്കെ കെട്ടിക്കൊടുത്തു. മീൻ ഇറച്ചി അങ്ങനെയുള്ള എല്ലാ മുനിസിപ്പാലിറ്റി കെട്ടിടങ്ങളുണ്ട്. പിന്നെ കടകളൊക്കെ ഒരുപാട് കടകളായി. ഇത് സൈഡിലല്ലാതെ കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ. അതല്ലാതെ കൊണ്ടിട്ട് ഇപ്പൊ കർണാടക രജിസ്റ്റേർഡ് വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. കർണാടക രജിസ്റ്റേർഡ് വണ്ടികൾ വരെ ഇവിടെ ഇതിനകത്ത് മീൻ കൊണ്ടുവരാറുണ്ട്. ഇവിടെയാണ് മീൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് പകലും ഇവിടെ നല്ല രീതിയിൽ അകത്തുണ്ട്. നമ്മുടെ നേരത്തെ കാണിച്ചതാണ് നമ്മുടെ അകത്തൊരു വലിയൊരു കെട്ടിടം കാണിച്ചല്ലോ, പ്ലെയിനായിട്ട് കിടക്കുന്നത്. അതാണ് ഫിഷ് മാർക്കറ്റ്.
പിന്നെ അതല്ലാതെ ഇതിപ്പോൾ ഇവിടെ പുറത്തും മീൻ കച്ചവടം ഉണ്ട്. ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു 1-2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരവിടെ ഇരുന്ന് വാളയായിരുന്നു നമ്മൾ പിന്നെ അല്ലാതെ കരിവാടൊക്കെ ലോഡ് അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് പ്രത്യേകമായിട്ട് 1-2 സ്ഥലങ്ങളിൽ അല്ലാതെ ഉണ്ട്. പിന്നെ തേങ്ങ, പുളിയൊക്കെ രാവിലെ കിട്ടുള്ളൂ കേട്ടോ. നാടൻ പുളി ഉണ്ടല്ലോ, നമ്മൾ അമ്മച്ചിമാരൊക്കെ കൊണ്ടുവന്ന് അവര്. പിന്നെ ഈ ഇതിന്റെ അവസ്ഥ ഇത് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ മീനിന്റെ വെള്ളമൊക്കെ വീഴുമ്പോഴത്തേക്ക് പിന്നും അത് കുളമായും. എന്നാലും പറയാതിരിക്കാൻ വയ്യ, എന്തെങ്കിലും ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാമല്ലോ. ഒരുപാട് തവണ ഇതൊക്കെ ചെയ്തത് തന്നെയാണ്. എന്നാലും നമ്മൾ തന്നെ നടന്ന് കയറുമ്പോഴത്തേക്ക് ചെളിയും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴേ ഇപ്പൊ മീനൂട്ടി വരെ അയ്യോ ചെളി എന്നൊക്കെ പറഞ്ഞ് വിളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കറ കിടക്കുമ്പോഴത്തേക്ക് ഒരു വേസ്റ്റ് കിടക്കുന്നതിനൊക്കെ അതിൽ കൂടെയൊക്കെ ചവിട്ടിയൊക്കെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു വിഷയങ്ങളുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് കൊള്ളാം, എല്ലാത്തരം സാധനങ്ങളും വാങ്ങിക്കട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ പണ്ട് ഒത്തിരി കമ്മലൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. ഫാൻസി ഐറ്റംസ് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നെടുമങ്ങാട് ചന്ത. പിന്നെ ഡ്രസ് ഐറ്റംസ് നമ്മുടെ കുട്ടികളുടെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് ഡ്രസ്സ്, പിന്നെ നൈറ്റി, അങ്ങനെയുള്ള ഐറ്റംസ്, തോർത്ത്, അങ്ങനെയുള്ള ഏകദേശമുള്ള എല്ലാ ഐറ്റംസ്. പിന്നെ അതല്ലാതെ ഇലക്ട്രോണിക് സാധനങ്ങൾ അത് കൊണ്ടിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി ഐറ്റംസ്, പിന്നെ നാടൻ പച്ചക്കറി, പിന്നെ നമ്മളെ ഈ ബക്കറ്റ്, കലം, അങ്ങനെയുള്ള ഐറ്റംസ്. സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിനകത്ത് കിട്ടുന്ന ഏകദേശമുള്ള എല്ലാ സാധനങ്ങളും നെടുമങ്ങാട് ചന്തയ്ക്കകത്ത് കിട്ടും. നെടുമങ്ങാട് ചന്ത കൂടുന്ന സമയം രാവിലെ തിരക്കെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഈ ചന്ത വർക്കിംഗ് ആണ്. ഞായറാഴ്ച ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. ഇതേപോലെ ഞാൻ ഇതുവരെ നമ്മളിങ്ങനെ ഇത് ഓഫായി കണ്ടിട്ടില്ല. ഇന്ന് ഞായറാഴ്ചയും മഴയും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നേരത്തെ പോയതാണ്. നമ്മളിതിപ്പോ വൈകുന്നേര സമയത്താണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. വൈകുന്നേരം എല്ലാരും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയ സമയത്തും ഇപ്പോഴും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കോളം ഉണ്ട്, അതുകൊണ്ട് പിന്നെ അവരൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസ് ആണ് ഇതല്ല. ഓരോ യാത്ര ഇങ്ങനെ കഴിഞ്ഞ് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തിൻ്റെ രീതിയിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത്. നമ്മളല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ എത്തിയില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഇതൊരു വഴിയാണ് കേട്ടോ. ഈ വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നേരത്തെ കച്ചവടം 2 സൈഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നിപ്പോ കച്ചവടം ഇല്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അമ്മങ്ങളോട്ട് കയറിയില്ല. ഈ വഴിയെ കയറുകയാണെങ്കിൽ മലക്കറി ഉണ്ട്. പിന്നെ അല്ലാതെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സ്ഥലം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഇത്രയും ഒതുങ്ങിയിട്ടും കൂടെ ആൾക്കാർ മീനും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോഴും വരുന്നുണ്ട്. നമ്മളിതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ആൾക്കാർക്ക് ഇറങ്ങിയ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇവിടെ കൊച്ചു പിള്ളേരൊക്കെയാണല്ലോ ഇരുന്ന് വയ്ക്കുന്നത്, അച്ഛൻ്റെ അമ്മേരെ കൂടെ ഇരുന്ന്. അതെ, ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. കോൺക്രീറ്റ് നല്ല അടിപൊളിയായിട്ട് എടുത്ത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ വെള്ളം വീഴാത്തതുകൊണ്ട് അതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട്. ഇതേപോലെ ആയിരുന്നു അപ്പുറത്തും, പക്ഷെ അപ്പുറത്ത് അത് വൃത്തിയുടെ ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ വലിയ വണ്ടികളൊക്കെ എപ്പോഴും പതഴുന്നതാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാവാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. നമ്മൾ അച്ചാറിടാൻ മാങ്ങയും വാങ്ങിച്ച് നാടൻ ചീരയും വാങ്ങിയിട്ട് അതെ, നമ്മുടെ ആവശ്യത്തിനുള്ളത് അമ്മക്കായ അത് വാങ്ങിയിട്ട് ഇതൊക്കെ കണ്ടോ. നമ്മൾ ഞാൻ ചുറ്റുമതിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മാർക്കറ്റിന് ചുറ്റുമതിലുണ്ട്, വളരെ സേഫ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.